ശ്രീരാമഭക്തനാണ് ഹനുമാൻ. ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നിടങ്ങളിലെല്ലാം ഹനുമത് സാന്നിധ്യമുണ്ടാകും. സീതാദേവിയുടെ അനുഗ്രഹത്താൽ ചിരഞ്ജീവിയായി മാറിയ ഹനുമാൻ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം വാരിച്ചൊരിയുന്ന ഹനുമാൻ സ്വാമിയെ ഉപാസിച്ചാൽ ദുരിതമോചനം ഉറപ്പാണ്. എല്ലാ ദുഃഖങ്ങളും വേദനകളും മാനസിക ബുദ്ധിമുട്ടുകളും അകലും. നാമജപം, ഹനുമാൻ ചാലിസ, രാമായണ പാരായണം എന്നിവയിലൂടെയൊക്കെയാണ് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ സാധിക്കുക. വെറ്റിലമാല, സിന്ദൂരം, വടമാല, വെണ്ണ എന്നിവയാണ് ഹനുമാൻ സ്വാമിക്കേറെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ. ഓരോ വഴിപാടുകൾക്ക് പിന്നിലും ഓരോ കഥയുണ്ട്. വെറ്റിലമാല. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലെ അശോകവനിയിലെത്തിയ ഹനുമാൻ സ്വാമി ശ്രീരാമദേവൻ എത്രയും പെട്ടെന്നെത്തി ദേവിയെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട ദേവി സന്തോഷത്തോടെ അടുത്ത് കണ്ട വെറ്റില കൈകൊണ്ട് നുള്ളിയെടുത്ത് ഹനുമാന്റെ ശിരസിൽ കൈവച്ച് ചിരഞ്ജീവിയാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഓരോ തവണ വെറ്റിലമാല സമർപ്പിച്ച് ഭക്തർ പ്രാർത്ഥിക്കുമ്പോഴും ഈ സംഭവം ഹനുമാന് ഓർമ്മ വരുമെന്നും അതിയായ ആനന്ദത്താൽ ഭക്തനെ അനുഗ്രഹിക്കുമെന്നുമാണ് വിശ്വാസം. ജീവിത വിജയത്തിനും ദുരിതമോചനത്തിനും വേണ്ടിയാണ് ഭക്തർ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത്. സിന്ദൂരം ചാർത്തൽ. ഒരിക്കൽ സീതാദേവി നെറ്റിയിൽ സിന്ദൂരമിട്ടത് കണ്ടപ്പോൾ ഹനുമാൻ അത് എന്തിനാണെന്ന് സംശയം തോന്നി. സംശയ നിവൃത്തിക്കായി ദേവിയുടെ അരികിലെത്തിയ ഹനുമാനോട് തൻ്റെ ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടിയാണിതെന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ടതും തൻ്റെ ശരീരം മുഴുവൻ സിന്ദൂരം വാരി പൂശുകയും ശ്രീരാമദേവന് മുന്നിലെത്തുകയും ചെയ്തു. ഒരു പുഞ്ചിരിയോടെ ഹനുമാനെ അനുഗ്രഹിച്ച ശ്രീരാമസ്വാമി ഹനുമാന് സിന്ദൂരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സകല ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. മിക്ക ഹനുമാൻ ക്ഷേത്രങ്ങളിലും അഭിഷേകത്തിനും പൂജയ്ക്കും ശേഷം വിഗ്രഹത്തിൽ എണ്ണ തേച്ച് സിന്ദൂരം പൂശാറുണ്ട്. ഈ സിന്ദൂരം നെറ്റിയിൽ തൊടുന്നതും ഏറെ ഐശ്വര്യപ്രദമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വഴിപാടാണ് വെണ്ണ ചാർത്തൽ. വെണ്ണ ചാർത്തി ഹനുമാനെ പൂജിച്ചാൽ വെണ്ണ പോലെ ഭഗവാന്റെ മനസ്സ് രാമനാമ ജപത്തിൽ അലിയും. തണുപ്പേകുന്ന വെണ്ണ ഉഷ്ണം ബാധിച്ച് ഭഗവത് മനസ്സിനെ തണുപ്പിക്കും. അതിനാൽ ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിന് കുളിർമയാകാനാണ് വെണ്ണ ചാർത്തുന്നത്. ഇങ്ങനെ ആരാധിക്കുന്നവരെ ദുഃഖദുരിതങ്ങളായ ഉഷ്ണങ്ങളിൽ നിന്നും സ്വാമി മോചിപ്പിക്കും. വടമാലയ്ക്ക് പിന്നിലെ രഹസ്യം. ഗണപതിക്ക് മോദകം, തൃക്കൈവെണ്ണ, മഹാവിഷ്ണുവിന് ഹനുമാൻ സ്വാമിക്ക് വടമാല എന്നാണ് ഈ വടമാല നേദ്യത്തിന് പിന്നിലുള്ള ഐതിഹ്യം. പലർക്കും ഇക്കാര്യത്തിൽ സംശയമാണ്. ഹനുമാൻ കുട്ടിയായിരുന്നപ്പോൾ ആകാശത്ത് സൂര്യനെ കണ്ട് വലിയ ഒരു പഴമാണെന്ന് കരുതി പിടിച്ചു തിന്നാനായി കുതിച്ചു ചാടിയ കഥ എല്ലാവർക്കും പരിചിതമായിരിക്കും. ആ സമയത്ത് ഗ്രഹണമായതിനാൽ രാഹുവും സൂര്യനെ വിഴുങ്ങാനായി സമീപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വായുപുത്രൻ ശരവേഗത്തിലെത്തി രാഹുവിന് മുൻപേ സൂര്യനെ പിടിച്ചു. പിന്നാലെ എത്തിയ രാഹു ഹനുമാനെ പ്രാർത്ഥിക്കുന്നവരെ ഉപദ്രവിക്കില്ലെന്ന് വരം നൽകിയെന്നാണ് കഥ. രാഹുവിന് പ്രിയമുള്ള ഉഴുന്നുകൊണ്ട് വടക്കേ ഇന്ത്യക്കാർ ഹനുമാന് ജിലേബിയുണ്ടാക്കി സമർപ്പിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ ജിലേബിക്ക് പകരം ഉപ്പും കുരുമുളകും ഉഴുന്നിൽ ചേർത്ത് വടയുണ്ടാക്കി സമർപ്പിക്കുകയാണ്. രാഹുദോഷമുള്ളവർ ഹനുമാന് വടമാല ചാർത്തുന്നത് ദോഷപരിഹാരത്തിന് അത്യുത്തമമാണ്. ഹനുമത് സ്തുതി. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജയ്യം വാക്പടുത്തം ച ഹനുമത് സ്മരണാത് ഭവേത്. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജയ്യം വാക്പടുത്തം ച ഹനുമത് സ്മരണാത് ഭവേത്.